നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും ETR5-ൽ ചലാൻ അടയ്ക്കാറുണ്ട്. ഇപ്പോൾ നമുക്ക് ചലാൻ എല്ലാം ETR5 മുഖേനയാണ് അടയ്ക്കുക. ചലാൻ പ്രിന്റ് എടുത്ത് ട്രഷറിയിൽ പോയി അടയ്ക്കുന്ന സംവിധാനമാണ് ഭൂരിഭാഗം ആൾക്കാരും ചെയ്യുന്നത്. ഇനി നമുക്കിത് പലരും ചെയ്യുന്നതാണ്. പലരും ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. നമുക്കിപ്പോൾ പല ഹയർ സെക്കൻഡറി സ്കൂളുകളൊക്കെ ഈ ചലാൻ അടയ്ക്കാൻ ഇപ്പോൾ ഇനി അഡ്മിഷൻ സമയം ചലാനുകൾ ഇടയ്ക്കിടയ്ക്ക് ചലാൻ അടയ്ക്കാൻ പോകേണ്ട ആവശ്യം വരും. അപ്പോൾ ഈ ചലാൻ അടയ്ക്കാൻ പോകണമെങ്കിൽ നമ്മൾ നേരിട്ട് ചലാൻ എടുത്ത് ട്രഷറിയിൽ പോയി അല്ലെങ്കിൽ അടയ്ക്കുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് UPI പേയ്മെന്റിലൂടെ അടയ്ക്കാം. പലരും ചെയ്യുന്നതാണ്. എങ്കിലും പലരും ചോദിച്ചതുകൊണ്ട് മാത്രം ഇങ്ങനെ ഒരു ചെറിയൊരു വീഡിയോ ചെയ്യുന്നു. ഈ UPI പേയ്മെന്റ് UPI വഴി നമുക്ക് നേരിട്ട് ട്രഷറിയിൽ പോവാതെ തന്നെ ചലാൻ പേയ്മെന്റ് നടത്താം. ചലാന്റെ പ്രിന്റും എല്ലാം നമുക്ക് കിട്ടും. നമ്മൾ അതിന് UPI പേയ്മെന്റ് നമ്മൾ TR5 ഡിമാൻഡ് ഒക്കെ ചെയ്യാറ്. ഇതൊന്നും വേണ്ട, നേരെ UPI പോയാൽ മതി. UPI മെത്തേഡ് UPI നമ്മൾ പഴയ പോലെ തന്നെ എന്താണ് പ്രിൻസിപ്പൽ അത് മെത്തേഡൊക്കെ ചലാൻ ജനറേറ്റ് ചെയ്യുന്ന അതേ മെത്തേഡ് തന്നെയാണ്. നമ്മൾ ഇവിടെ നെയിം കൊടുത്തു, മൊബൈൽ നമ്പർ കൊടുത്തു, നമ്മൾ നേരത്തെ ഡിമാൻഡ് ചെയ്യുന്നത് പോലെ തന്നെ റെമിറ്റൻസ് ഹെഡ്. ഇപ്പോൾ പലർക്കും ഇതിൽ ഒരു കാര്യം പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ പലരും ഇപ്പോൾ റിവാലുവേഷൻ്റെ ഫീസും ഫോട്ടോസ്റ്റാറ്റും സ്ക്രൂട്ടനിയും ഒക്കെ അടച്ചു. അപ്പോൾ പലർക്കും പറ്റിയൊരു പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ റിവാലുവേഷന് PD അക്കൗണ്ടിലോട്ടും സ്ക്രൂട്ടനി ഫോട്ടോസ്റ്റാറ്റിന് 03യിലേക്കും 2 ചലാനായിട്ടൊക്കെ പലരും എടുത്തിട്ടുണ്ട്. അത് ഒറ്റ ചലാനിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് iExamൽ ഡാറ്റ എൻട്രി ചെയ്യുന്ന സമയത്ത് ചലാൻ നമ്പർ കൊടുക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ നമ്മളിത് 03യിലാണ് നമ്മുടെ ഫോട്ടോസ്റ്റാറ്റിന്റെ പൈസ ഒക്കെ അടയ്ക്കാറ്. ഫോട്ടോസ്റ്റാറ്റും സ്ക്രൂട്ടിനിയും 03യിൽ അടയ്ക്കാം. അപ്പോൾ നമ്മളത് 03യിൽ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ 03 സെലക്ട് ചെയ്യാം. ഇവിടെ എമൗണ്ട് ഫോട്ടോസ്റ്റാറ്റിന് 300 കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ TSB നമുക്ക് PD അക്കൗണ്ടിലേക്ക് റിവാലുവേഷൻ അടയ്ക്കാം. അപ്പോൾ TSB ഓൺ ആക്കിയ കഴിഞ്ഞാൽ നമുക്കിവിടെ TSBയിൽ പൈസ അടയ്ക്കാം. അപ്പോൾ ഒരു ചലാനിൽ തന്നെ രണ്ടും ഒരുമിച്ച് അടയ്ക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിൽ ഡാറ്റ എൻട്രി ചെയ്യുന്ന സമയത്ത് iExamൽ ഡാറ്റ എൻട്രി ചെയ്യുന്ന സമയത്ത് ഒറ്റ ചലാൻ നമ്പർ കൊടുത്താൽ മതി. അപ്പോൾ ട്രഷറിയിലായാലും ഇങ്ങനെ അടയ്ക്കുകയാണെങ്കിലും ഓൺലൈൻ അടയ്ക്കുകയാണെങ്കിലും ഒക്കെ വളരെ എളുപ്പത്തിൽ ഒറ്റ ചലാനിൽ ഇതിന് വർക്ക് കഴിക്കാം. നമ്മളിതിപ്പോൾ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. ഈ ഒരു ഓപ്ഷൻ നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഓൺലൈൻ പേയ്മെന്റ് UPI പേയ്മെന്റ് ആയാലും ട്രഷറി പേയ്മെന്റ് ആയാലും ഒറ്റ ചലാനിൽ തന്നെ ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഇനി അഡ്മിഷൻ ആണ് വരുന്നത്. അഡ്മിഷൻ സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ അഡ്മിഷന്റെ അടയ്ക്കേണ്ടത് 01 ഫീസ് ഈ ഒരു ഹെഡിലാണ് അഡ്മിഷന്റെ GRലേക്കുള്ളത് അടയ്ക്കേണ്ടത്. PDയിലേക്കുള്ളത് നമ്മൾ ഇവിടെ PD അക്കൗണ്ട് ഓൺ ആക്കി PDയിലേക്ക് അടയ്ക്കുക. അപ്പോൾ അത് രണ്ടും നമുക്ക് ഒറ്റ ചലാനിൽ തന്നെ ചെയ്യാൻ സാധിക്കും. നമ്മൾ ജസ്റ്റ് ഇപ്പോൾ ഒരു UPI പേയ്മെന്റ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ചെയ്യുന്നു മാത്രം. വേറെ നമുക്കിത് അഡ്മിഷൻ സമയത്തും പരീക്ഷ സമയത്തൊക്കെ ഇത് ഉപയോഗിക്കാം. ഒറ്റ ചലാനിൽ തന്നെ ഇതൊക്കെ ചെയ്യാൻ സാധിക്കും. നമ്മളിപ്പോൾ ഒരു കുട്ടിയുടെ ഫീസോ അല്ലെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റ് ഫീ നമുക്ക് അടയ്ക്കണം. 03 അതനുസരിച്ചാണ് നമ്മൾ അടയ്ക്കേണ്ടത്. ജസ്റ്റ് നമ്മളിപ്പോൾ ഒരു 40 രൂപയാണ് സർട്ടിഫിക്കറ്റ് ഫീ. +1ന്റെ ഒരു 40 രൂപ സർട്ടിഫിക്കറ്റ് ഫീ അടയ്ക്കുന്ന രീതി നോക്കാം. ജസ്റ്റ് ഇപ്പം നമ്മൾ 40 രൂപ കൊടുത്തു. റിമാർക്സിൽ നമ്മളത് സർട്ടിഫിക്കറ്റ് ഫീ കൊടുത്തു. നമ്മൾ പ്രൊസീഡ് ടു UPI. നമ്മളിപ്പോൾ TSB ഒന്നും നോക്കുന്നില്ല, PD അക്കൗണ്ട് ഒന്നും അടയ്ക്കുന്നില്ല, നമ്മൾ സർട്ടിഫിക്കറ്റ് മാത്രമേ അടയ്ക്കുന്നുള്ളൂ. പ്രൊസീഡ് ടു UPI ഇത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരത്തെ റെസീറ്റ് പ്രിന്റ് ചെയ്ത് വരും. ഡിമാൻഡ് കൊടുക്കുമ്പോൾ റെസീറ്റ് ആവും. അതേപോലെ തന്നെ ഇത് കൺഫേം കൊടുക്കുക. ഓക്കെ, നമ്മൾ ചലാൻ നമ്പർ ഇവിടെ ജനറേറ്റ് ചെയ്ത് UPI റീഡയറക്റ്റ് ടു UPI കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിത് ഓക്കെ കൊടുക്കുക. അപ്പോൾ നമ്മളിത് ഈ ട്രഷറിയിൽ നിന്ന് ഫെഡറൽ ബാങ്കിന്റെ ഗേറ്റ് വേയിലേക്ക് പോയി നമ്മൾ അടയ്ക്കുന്ന ഡീറ്റെയിൽസ് ഇവിടെ വന്നു. ഇവിടെ നമ്മൾ അത്രയും കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു UPI ID ഉണ്ടാവും. നമ്മുടെ വാലിഡ് നമ്മുടെ UPI ID നമുക്കൊക്കെ എല്ലാവർക്കും നമ്മുടെ UPI ബാങ്ക് ഓൺലൈൻ ചെയ്യുന്നതിന് UPI ID ഉണ്ടാവും. നമ്മൾ ആ UPI ID ആണ് ഇവിടെ അടിച്ചു കൊടുക്കേണ്ടത്. UPI ID നമുക്ക് ഗൂഗിൾ പേയിലും എല്ലാത്തിലും നമുക്ക് UPI ID നമ്മുടെ കിട്ടും. അപ്പോൾ UPI ID ആണ് ഇവിടെ നമ്മൾ അടിച്ചു കൊടുക്കേണ്ടത്.
UPI ID ഇവിടെ നമ്മൾ അടിച്ചു കൊടുക്കുക. UPI ID ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവിടെ കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ നമ്മുടെ മൊബൈലിലേക്ക്, നമ്മുടെ UPI IDയിലേക്ക്, നമ്മുടെ മൊബൈലിലേക്ക് ഒരു ഇത് വന്നിട്ടുണ്ടാവും. UPI IDയിൽ ഒരു SMS വന്നിട്ടുണ്ടാവും പേ ചെയ്യാനായിട്ട്. നമ്മളത് അവിടെ പേ കൊടുക്കുക. ആ പേ കൊടുത്ത് സെൻഡ് എമൗണ്ട് ഓക്കെ കൊടുക്കുക. മൊബൈലിൽ നമ്മുടെ UPI ID വന്നു. അപ്പോൾ UPI IDയിൽ ഡീറ്റെയിൽസ് നമ്മൾ കൊടുത്ത് മൊബൈലിലാണ് നമ്മൾ ഈ സമയത്ത് ചെയ്യുന്നത്. ഇത് മൊബൈലിൽ എൻ്റർ ചെയ്തതിന് ശേഷം അതിൻ്റെ UPI പേയ്മെൻറ്റ് നമ്മുടെ മൊബൈലിൽ നിന്ന് പേയ്മെൻറ്റ് കാണിച്ചിട്ടുണ്ടാവും. ആ പേയ്മെൻറ്റ് കാണിച്ചു കഴിഞ്ഞാൽ ഇവിടെ കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബാങ്കിന് നമ്മുടെ മൊബൈലിൽ നിന്ന് നമ്മുടെ UPI പേയ്മെൻറ്റ് വഴി പൈസ പോയി. അപ്പോൾ നമുക്ക് ഇവിടെ സക്സസ് വന്നു. ഈ പൈസ നമ്മൾ അടച്ചു. അതിൻ്റെ റെഫറൻസ് നമ്പർ കിട്ടി, ബാങ്ക് ടൈമും ഡേറ്റും കിട്ടി. സക്സസ് ആണ് UPI പേയ്മെൻറ്റ്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ആയി. നമ്മൾ ഇനി ട്രഷറിയിലേക്കും പോകണ്ട, എവിടേക്കും പോകണ്ട. നമുക്കിപ്പോൾ ഇനി ചലാൻ പ്രിൻറ്റ് കിട്ടണം. ചലാൻ നമ്പറൊക്കെ കിട്ടി, ചലാൻ്റെ പ്രിൻറ്റ് കിട്ടണം. ആ പ്രിൻറ്റ് കിട്ടണമെങ്കിൽ നമ്മൾ ഹോമിൽ പോവാം. ഇപ്പോൾ സൈൻ ഔട്ടായി. ഇവിടെ റിപ്പോർട്ട്, നമ്മൾ UPI IDയിൽ റിപ്പോർട്ട് ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ GRN ആണ് കൊടുത്തിരിക്കുന്നത്. ഡേറ്റ് ആക്കുക. അപ്പോൾ ഇന്നത്തെ ഡേറ്റ് ആണ് നമ്മൾ സെർച്ച് ചെയ്യുക. നമ്മൾ ഈ 40 അടച്ചതിൻ്റെ UPI പേയ്മെൻറ്റ് വഴി അടച്ചതിൻ്റെ ഈ ചലാൻ ഇവിടെ നമുക്ക് കിട്ടി. ഈ ചലാൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഇത് വെറുതെ സൂക്ഷിച്ച് വെച്ചാൽ മതി. ഈ ചലാൻ CIN നമ്പറും എവിടെയാണ് അടച്ചത് UPI, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലെ റിമാർക്സ് ഉൾപ്പെടെ വന്നു. നമുക്കിത് സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ്. ഇത്രയും മാത്രമേ ചെയ്താൽ മതി. നമ്മളിപ്പോൾ ട്രഷറിയിലോട്ടോ എവിടേക്കും പോകണ്ട, നേരിട്ട് തന്നെ നമുക്കിവിടെ പേയ്മെൻ്റ് ആയിട്ട് നടത്താൻ സാധിക്കും. ഇപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ ഇപ്പോൾ ഇത് വന്നു, ഇവിടെ വന്നു. നമ്മളിപ്പോൾ TSB കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത വരിയിൽ TSBയുടെ ഇത് കാണിക്കും. 8443 ഹെഡ് ഓഫ് അക്കൗണ്ട് ഇവിടെ കാണിക്കും. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഈ ഒരു സംവിധാനം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി പേയ്മെൻറ്റ് ട്രഷറിയിലേക്ക് നമുക്ക് ഹയർ സെക്കൻഡറി സമയത്ത് അറിയാം, ട്രഷറിയിൽ പോകാനോ ഒന്നിനും ആളില്ലാത്തത് കൊണ്ട് നമുക്ക് തന്നെ വളരെ എളുപ്പത്തിൽ സ്കൂളിൽ ഇരുന്നുകൊണ്ട് തന്നെ ഇത് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഓക്കെ, താങ്ക് യു.